ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC മോഡൽ എക്സാം മാർച്ച് 2022 നടന്ന ഹിന്ദിയുടെ പേപ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു. 40 ആണ് സ്കോറ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്ര നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഫുൾ പേപ്പർ സോൾവ് ചെയ്ത് വേണമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് ഭാഗം 1 ആണ്. അതിനകത്ത് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്ററിലെയും മിക്സ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പോസ് ചെയ്യുക. അതിനുശേഷം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് 7 से 9 तक की प्रश्नों की सही उत्तर क्वेश्चन से चुनकर लिखो. ഇതും MCQ ടൈപ്പാണ്. എല്ലാം ബൂട്ടമല്ലാക്ക് വരുന്ന നമ്മുടെ ദിശാഹിൻ ദിശയിലെയും ഫുൾ ദേയി വരുന്ന നമ്മുടെ ബസന്ത് അത് ആ ഒരു ചാപ്റ്ററിലെയും ഗുഡലീൻ്റെ ചാപ്റ്റർ എല്ലാം തന്നെ മിക്സ്ഡ് അപ്പാണ്. അതുപോലെ ഭാഗ് 2 വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. നമുക്കറിയാം ഗ്രാമർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മേരെ എന്നതിനെ 2 ഫോമിലാക്കി എഴുതാനായിട്ട് മേം എന്നും കെ എന്നും രീതിയിൽ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഭാഗ് 2 വരുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് വരുന്നത്. 3 എണ്ണത്തിന് ഉത്തരം എഴുതുകയും വേണം. 3 മാർക്കാണ്. അതുപോലെ കലാമിലെ ചാപ്റ്ററിൽ 3 കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ എഴുതാനായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ വാക്യ പിരമിഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വാക്യ പിരമിഡ് എല്ലാത്തിനും കൂടി ഒരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. അടുത്തത് ഭാഗ് 4 പോകുമ്പോഴേക്കും നമ്മൾ 2 ആൻസർ അറ്റൻഡ് ചെയ്യണമെന്നാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ബാത്ചീത്താണ് മിഹറിൻ്റെയും മോർപാലിൻ്റെയും, അതായത് കലാമിൻ്റെ ചാപ്റ്ററിലെ ബാത്ചീറ്റും ഉണ്ട്. അതുപോലെ കവിതയുടെ ആശയം എഴുതാൻ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന അകാൽ ഉസ്കെ ബാദ് ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. അതുപോലെ ഡയറി എഴുതാൻ ചോദിച്ചിട്ടുണ്ട് ബേർ ബഹുകുട്ടിയിലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് 4 മാർക്കിൻ്റെ തന്നെ. ഏതെങ്കിലും ഒന്ന് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കാണ്. പോസ്റ്റർ നമുക്കറിയാലോ രാഷ്ട്രീയ ബാലിക ദിവസത്തിൻ്റെ ഡുഡലി എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോസ്റ്റർ. അതുപോലെ പത്രം ചോദിച്ചിട്ടുണ്ട്. മോഹൻ രാഗേഷിൻ്റെ ഭോപ്പാൽ താലിൽ വെച്ചിട്ടുള്ള, അതായത് നമ്മുടെ ദിശാഹിൻ ദിശയിലെ യാത്രാവൃത്തത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. അതിനകത്ത് പത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ടാഗോർ കാ കോയിൽ നിന്ന് പട്കഥ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ എളുപ്പമാണ് പട്കഥയൊക്കെ. അതുപോലെ റപ്പഡ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 മാർക്ക് കിട്ടും. ഈ ഒരു പാറ്റേൺ അല്ല നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻസിന് വലിയ മാറ്റം ഒന്നും തന്നെ വരുന്നില്ല. പാറ്റേണിന് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ പറ്റുന്നത്ര രീതിയിൽ അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.